established in 1980 by the Alvernia province of Franciscan Clarist congregation with the guiding motto Lux in Tenebris Lucet, which translates to light shines in darkness. The college is affiliated to the University of Calicut and is aided by the Government of Kerala. In the recent fourth cycle of accreditation by NAC, the college was re-accredited with A+ grade, and in 2024, college was granted autonomous status, marking a significant milestone in its educational journey. Life has always true as a timeless anthem of wisdom, purity, and hope. So does true learning illuminate the mind. ചാലക്കുടി സേക്രഡ് ഹാർട്ട് ഓട്ടോണമസ് കോളേജിൽ ബിരുദദാന ചടങ്ങ് നടത്തി. സേക്രഡ് ഹാർട്ട് ഓട്ടോണമസ് കോളേജിലെ ബിരുദദാന ചടങ്ങ് സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഴിമതി വിരുദ്ധ പോരാളിയുമായ ഡോക്ടർ രാജു നാരായണസ്വാമി IAS ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ വിജ്ഞാനത്തോടൊപ്പം സാമൂഹിക ഉത്തരവാദിത്വവും കൈവരിക്കണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് അദ്ദേഹം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ റീന ഇട്ടിയച്ചൻ അധ്യക്ഷത വഹിച്ചു. പരീക്ഷാ കൺട്രോളറും രസതന്ത്ര വിഭാഗം മേധാവിയുമായ ഡോക്ടർ സന്തോഷ് പോൾ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. 8 ബിരുദ വിഷയങ്ങളിലും 7 ബിരുദാനന്തര വിഷയങ്ങളിലുമായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് രാജു നാരായണസ്വാമി ബിരുദ സർട്ടിഫിക്കറ്റ് നൽകി. ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ മീനു ജേക്കബ്, വാലിഡക്ടോറിയൻ അലേഷ ക്രിസ്റ്റി എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ഗണിതശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ലിനറ്റ് റോസ്ലിൻ ആന്റണി നന്ദി അറിയിച്ചു. കോളേജിലെ വിവിധ വകുപ്പ് മേധാവികളായ ഡോക്ടർ വി നീത, നിജിൽ ജാക്കോബി, ഡോക്ടർ നിജോ വർഗീസ്, ഡോക്ടർ സിസ്റ്റർ പ്രിൻസി എ ആൻഡോ, ഡോക്ടർ സിസ്റ്റർ TV മിനി, ദിവ്യ രാജൻ, സ്മിത ഡേവിസ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, വിശിഷ്ടാതിഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്ത്രീ അബലയോ ചപലയോ അല്ലെന്നും അവൾ അവനിക്കണയാത്ത മണിവിളക്ക് മഴിയാത്ത കുങ്കുമപ്പൊട്ടും അണിവാടാ മലർമാലയുമാണെന്ന് അവൾ സ്വന്തം പ്രവൃത്തി പഥത്തിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പ്രശസ്തമായ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. It is said that men lead and women follow, but I am afraid that this is a notion that men foolishly cherish and which women cleverly connive at. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അറിവ് നിറവാണ്. പഠനം ഒരു തപസ്യയാണ്, ഒരു സബര്യയാണ്. ഏതൊരു തപസ്യയും വിജയിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, അഭിനിവേശം ഉണ്ടായിരിക്കണം, ലക്ഷ്യബോധം, ലക്ഷ്യം നേടാനുള്ള പ്രതിബദ്ധത, ആത്മാർത്ഥത, ഏകാഗ്രത, ശ്രദ്ധ ഒരുവളുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അവയാണ്. കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവച അല്പാഹാരം ജീർണവസ്ത്രം ഏതദ് വിദ്യാർത്ഥി ലക്ഷണം. Ambition is the spur that makes one struggle with destiny എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Ambition is the spur that makes one struggle with destiny. It is God's own incentive to make purpose great and achievement greater. അത്തരത്തിൽ വിദ്യാർത്ഥി ദേവതയെ നീണാൾ ഉപാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ കുഞ്ഞുങ്ങളിൽ വരദായിനിയായ ശുഭദായിനിയായ വിദ്യാർത്ഥി ദേവത തൻ്റെ പ്രാസാദം നിർലോഭം കോരിച്ചൊരിഞ്ഞിരിക്കുകയാണ്. ഈ കൺവക്കേഷനിൽ വെച്ച് ഡിഗ്രികൾ ഏറ്റുവാങ്ങുന്ന ഓരോ വിദ്യാർത്ഥിനിയെയും അനുമോദിക്കുവാനും അഭിനന്ദിക്കുവാനും ആദ്യമായി ഞാൻ ഈ അവസരം ഉപയോഗിക്കുക.